നല്ല കളർഫുൾ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീടുണ്ട്. അപ്പോൾ ഇതാ തുറക്കാണ്. ഇതിൻ്റെ തിയറി മാത്രമാണ്, ഞാൻ പ്രാക്ടിക്കൽ മൊത്തം അമ്മയാണ് ചെയ്തത്. Absolutely oil free. Wow. Excellent. താങ്ക് യു. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഷെഫ് പിള്ളയുടെ ഒരു ഷോയിൽ ഗസ്റ്റായിട്ട് ഞാൻ പോയിരുന്നു, ഫ്ലവേഴ്സ് ടി.വിയിൽ. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ സിമ്പിളായിട്ട് ചടപട കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ കുക്ക് ചെയ്തൊരു കുറച്ച് കാലമായി. അതായത് പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നളവാചകം സെഗ്മെൻറ്റ് എന്താ ഇപ്പോൾ കാണാനില്ലാത്തതെന്നുള്ളത്. കൂടുതലും ലേഡീസൊക്കെ ചോദിക്കുന്നത് അമ്മയുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ചില ആൾക്കാർ ചോദിച്ചു, നളവാചകം കൊണ്ട് തുടക്കത്തിൽ കുറേ ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് തൈര് സാധം അതിൽ വൈറലായതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചോദ്യം വന്നപ്പോൾ ഞാൻ ഷെഫ് പിള്ളിനെയും കൂടി അദ്ദേഹത്തിൻ്റെ കരവിരുദ്ധം അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ കൂടി കണ്ട് അത്രയും ടേസ്റ്റി സാധനങ്ങൾ വരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നളപാചകം ഒന്നും കൂടി അങ്ങോട്ട് തുടങ്ങിയാലോ എന്ന്. അപ്പോൾ എന്ത് ഐറ്റം എന്നല്ലേ പറയാം. ഏതായാലും എൻ്റെ കുക്കിംഗ് കണ്ടവർക്ക് മിക്കവർക്കും അറിയാം, കൂടുതൽ മസാലകളൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഉപയോഗിക്കാറില്ല. വളരെ സിമ്പിളായിട്ടേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. യാതൊരു മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. പെട്ടെന്ന് പടപടാന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ കുറച്ച് എന്താ പറയുക, ചോറൊക്കെ വെക്കാനുണ്ട്. അതായത് നമ്മൾ ബാക്കി വന്ന ചോറാണ് ഞാൻ പതുവേ ഉപയോഗിക്കാറുണ്ട്. കൊറിയാണ്ടർ റൈസിലൊക്കെ ഓൾറെഡി വീട്ടിൽ ബാക്കിയുള്ള ചോറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇതിൽ അരി വേവാൻ വയ്ക്കണം. അപ്പോൾ അതൊക്കെ അളവുകളൊക്കെ എനിക്ക് അത്ര കറക്റ്റല്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, നീ കിച്ചണിൽ കയറി ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു സഹായം ഉണ്ടാവണം, നല്ലതാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടെന്ന്. അപ്പോൾ ഇന്നത്തെ നളപാചകത്തിന് നളൻ്റെ അമ്മയും കൂടി ഉണ്ട്. അപ്പോൾ അമ്മ ഇന്ന് എൻ്റെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി അമ്മ എത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ കിച്ചൺ ഇത്രയും സേഫ് ആയിട്ടിരിക്കുന്നു പറഞ്ഞിട്ട്. അമ്മ ഇല്ലെങ്കിൽ ഇന്നത്തെ നളപാചകം ചിലപ്പോൾ കുളപാചകമായിട്ട് മാറും. ബിക്കോസ് അത്രയും ഒരു അരിയൊക്കെ വെക്കാനുള്ളതാണ്. അപ്പോൾ ഏതായാലും അമ്മ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്ലേറ്റിൽ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. നേരത്തെ പറഞ്ഞതുപോലെ ചേരുവകൾ വളരെ കുറവാണ്. അപ്പോൾ കിച്ചണിലേക്ക് നേരെ പോകുന്നു. ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിക്കാം, പിന്നെ നേരെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ചേരുവകൾ റെഡിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. തക്കാളി, ടൊമാറ്റോ, ഉള്ളി, സവാള, ഗാർലിക്, വെളുത്തുള്ളി, സോൾട്ട്, അരി, കുറച്ച് സോസ്. ഏത് സോസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഹോട്ട് ആൻഡ് സ്വീറ്റ് ആണ്, ഇത്തിരി എരിവും കൂടെ ഉണ്ടാവട്ടെ പറഞ്ഞിട്ട്. കുറച്ച് ക്രീം, കൊറിയാണ്ടർ, മുളക്, ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. പടാന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതിന് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട്, കുക്കുംബർ സലാഡ്. അതിൻ്റെ കൂടെ നാരങ്ങ, കൊറിയാണ്ടർ, ചില്ലി ഫ്ലേക്സ്, ഉപ്പ് വേണം, ഉപ്പപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഓറഞ്ച്. നിങ്ങൾ വിചാരിക്കണോ സലാഡിന് എന്താണ് നാരങ്ങ ഓറഞ്ചും ഒക്കെ വെച്ചിരിക്കുന്നത്? നാരങ്ങ ഇടാറുണ്ട്, പക്ഷേ ഓറഞ്ച് അത്ര അധികം ആൾക്കാർ ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ചൊരു കോണ്ടിനെൻ്റൽ ടച്ചുള്ള ഒരു സലാഡാണ്. ഇതിലും ചേരുവകൾ വളരെ കുറവ്. അപ്പോൾ അതെ അമ്മ റെഡിയാണ്. അമ്മ മിക്സിഡ് ജാറിലേക്ക് ആദ്യം ടൊമാറ്റോസ് ഇടുകയാണ്. ടൊമാറ്റോ റൈസ് ആണല്ലോ. അതിൻ്റെ കൂടെ കൊറിയാണ്ടർ ഇട്ടു, കൊത്തമല്ലി. കൊറിയാണ്ടറിൻ്റെയൊക്കെ സ്മെല്ല് ഇപ്പം തന്നെ നല്ലോണമുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അതെ നല്ല കളർഫുൾ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീടുണ്ട്. അതിന് ആവശ്യമുള്ള വെളുത്തുള്ളി കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമുള്ളതേ ഇടുള്ളൂ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഒരുപാട് ഇട്ടാൽ വെളുത്തുള്ളിയുടെ സ്മെല്ലായിരിക്കും കൂടുതൽ നിൽക്കുക, ഫ്ലേവർ അതായിരിക്കും കൂടുതൽ. അപ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി, കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഇത്തിരി എരിവിൻ്റെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇവിടെ എരിവ് കൂടുതൽ ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇല്ലാതെ തന്നെ അത് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് സവാള, ഒരുപാട് ഇടുന്നില്ല. ടൊമാറ്റോ റൈസാണ്, അതുകൊണ്ട് സവാളയും കൊറിയാണ്ടറൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടുമെന്ന് മാത്രം. അത്യാവശ്യം കുറച്ച് ഇട്ടു. ഉപ്പില്ലാതെ എന്ത് കളി, അതാണല്ലോ സീസണിങ്. ആവശ്യത്തിന് ഉപ്പ്. അമ്മ ഒരു ഗ്ലാസ് അരിയല്ലേ ഇടാൻ പോകണം? അമ്മ അമ്മ ഇടാൻ പോകുന്ന 1 ഗ്ലാസ് അരി. അപ്പം അമ്മ പറഞ്ഞത് 1.5 ഗ്ലാസ് ടൊമാറ്റോയുടെ ഈ പ്യൂറി പോലെ, അതായത് ജ്യൂസ് പോലെയുള്ള ഈ ഒരു ഗ്രേവി നമുക്ക് കിട്ടണം. സോസ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസാണ്, ഇത്തിരി എരിവുണ്ട്. ഒരുപാട് ഇടുന്നില്ല, ഇല്ലെങ്കിൽ സോസിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെറുതെ സോസ് ഇട്ട് കഴിക്കുന്ന ചോറ് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു സ്പൂൺ എന്ന് പറയാം. അതിൽ 1/2 സ്പൂൺ എടുത്തിട്ട് അമ്മ ഇട്ടത്. ഏകദേശം എന്താ കാണുന്നുണ്ടല്ലോ, 1 സ്പൂണ് സോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനൊന്ന് മൈൽഡാക്കാൻ എല്ലാം നല്ല എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവേഴ്സാണ്. അതിൻ്റെ കൂടെ ലേശം അമ്മ ക്രീം, അതെല്ലാവിടെയും കിട്ടും, നിങ്ങൾക്കറിയാം. വൈറ്റ് ക്രീം, സാധാരണ മധുരമൊന്നും ഇല്ലാത്ത വെറും പ്ലെയിൻ ക്രീമാണ്.
അതും കൂടി അമ്മയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഏത് ക്രീം വേണമെങ്കിൽ എടുക്കാം. ഇതാ വീണ്ടും മാറ്റി. അമ്മ അന്നും പറഞ്ഞിട്ടുള്ളതാണ്, അമ്മ ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ ഈ നളപാചകം എക്സ്പെരിമെൻസിലാണ് ക്രീമൊക്കെ കൂടുതൽ വരാറുള്ളത്. പിന്നെ നാരങ്ങയും കൊറിയാണ്ടറും അമ്മയ്ക്ക് ഇപ്പോൾ അറിയാം, ഞാൻ എന്തുണ്ടാക്കിയാലും നാരങ്ങയും കൊറിയാണ്ടറും നിർബന്ധമായിട്ടും വേണം എന്നുള്ളത്. സോ ഇതാണ് ചേരുവകൾ. ഇത്ര സാധനങ്ങളാണ് നമ്മൾ പ്യൂറി ഉണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി പോലെ ആക്കിയിട്ട്, പക്ഷേ ഗ്രേവി പറയുമ്പോൾ നമ്മളൊരു കറിയല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്യൂറിയിലാണ് നമ്മൾ ടൊമാറ്റോ റൈസിനുള്ള റൈസ് ഇട്ടിട്ട്, ഈ ടൊമാറ്റോ പ്യൂറിയിലാണ് റൈസ് കുക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഏതായാലും ഇനി മിക്സിയിലിട്ട് അടിക്കാം. അപ്പോൾ എങ്ങനെയായി എന്ന് നോക്കാൻ വേണ്ടി തുറന്ന് നോക്കാൻ പോകണം. ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടോ നോക്കാം. മതിയാവും അമ്മ, കുറച്ചും കൂടി അടിക്കണം. എന്താണ് അമ്മ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കട്ടെ. നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രൈൻഡ് ആയിട്ടുണ്ട്. പക്ക ഒരു പേസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, വെറും ടൊമാറ്റോയുടെ തന്നെ ജ്യൂസാണ്. ടൊമാറ്റോ, അനിയൻസ്, കൊറിയാണ്ടർ, പച്ചമുളക്. റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ പിടിച്ചതിന് ആഡ് ചെയ്തിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഇതുപോലെ പ്യൂരി ആക്കിയാൽ ശരിയാവും. അതായത് ആ ഒരു ഗ്ലാസ് റൈസ് കുക്ക് ചെയ്യാൻ, അതെ, ഇവിടെ കഴുകി റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ആണ് അരി എടുത്തിരിക്കുന്നത്. അത് കുക്ക് ചെയ്യാൻ അമ്മ പറഞ്ഞതിപ്പോ 1.5 ഗ്ലാസ് ഈ പ്യൂരി വേണമെന്ന് അല്ല അമ്മ? അതെ. അപ്പൊ ഇതിലേക്ക് ഇത്തിരി വെള്ളം ഇടേണ്ടി വരുമോ? ഉണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇടാം. ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, സൈഡിൽ നിന്ന് എടുക്കാം. അല്ല, വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അതെ, അതിനെ എടുത്തിട്ട് കുറച്ച് ഈ വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് അതിനെ നമ്മൾ ലൂസാക്കി എടുക്കാം. അതായത് നമ്മുടെ സൈഡിലൊക്കെ ധാരാളം പേസ്റ്റ് ഉണ്ടാവും. മെയിൻ പേസ്റ്റ് എടുത്തു കഴിഞ്ഞൊന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. നമ്മളിത് യൂസ് ചെയ്യുന്നത് ഈ ഗ്ലാസ് ആണ്. അമ്മ ഇതിൽ 1.5 ഗ്ലാസ് പ്യൂരി ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഇത് അളവ് നോക്കുകയാണ്. ഇതാ അതിനൊന്ന് ലൂസാക്കി എടുത്ത് ഒന്നിട്ടു. ഉണ്ടോ അമ്മ? 1.5 ഉണ്ടാ? കുറച്ചും കൂടി വേണം അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൈഡിൽ നിന്നൊക്കെ കോരിയെടുത്ത് അമ്മ അതിനൊരു 1.5 ഗ്ലാസ് ആവുന്ന പോലെ ആക്കി. ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ മൂടിയിലുള്ളത് പ്യൂരിയൊക്കെ എടുത്ത് അങ്ങനെ റൈസ് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ബാക്കി ഒരു 1/2 ഗ്ലാസും കൂടി ഇട്ടു. പിന്നെ ഒട്ടും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ലേശം വെള്ളം അതിലിട്ടിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ക്ലീനാക്കി എടുത്തു. കണ്ടില്ലേ, എല്ലാം യൂസ് ചെയ്തു. എന്നിട്ട് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള പ്യൂരിയായി. അപ്പോൾ നമുക്ക് അരിക്ക് വേണ്ടിയിരുന്നത് 1.5 ഗ്ലാസ്സാണ്. ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റൗ കത്തിച്ചു. ആദ്യം ഈ പ്യൂരി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. അതിലേക്ക് അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലേശം കൂടി ഉപ്പ് വേണമെന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് റൈസ് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാക്കാം. ബിക്കോസ് ഇതിൽ റൈസും കൂടി വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് നമ്മൾ കൃത്യമായി 1 ഗ്ലാസ്സിന് 1 ടീസ്പൂൺ ഉപ്പിട്ട് ശരിയാവും. ഞാനപ്പോൾ അരയ്ക്കാൻ ഇട്ടത് കുറച്ച് കമ്മിയായിരുന്നു എന്നാണ് തോന്നുന്നത്. ആ ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്തു. ലേശം ഒന്ന് ചൂടായിട്ട് പിന്നീടായിരിക്കും റൈസ് അതിലേക്ക് ഇടുന്നുണ്ടാവുന്നത്. അങ്ങനെ അവിടെ മിക്സിയൊക്കെ കഴിഞ്ഞ് ചൂടുമായിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് അരി നേരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രേവിയിലേക്ക് ഇട്ടു. അപ്പോൾ ഇതിൽ തന്നെയാണ് അരി വെന്ത് വരാൻ പോണത്. എല്ലാ ഫ്ലേവേഴ്സും വലിച്ചെടുക്കും. അതിലുള്ള ഫ്ലേവേഴ്സ് നമ്മളിപ്പോൾ കണ്ടതിലുള്ള എല്ലാ ഫ്ലേവേഴ്സും ഓരോ മണി അരിയിലും ഉണ്ടാവും. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതൊരു സ്പാനിഷ് ഡിഷ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ വേറെ രസമാവാൻ ചാൻസ് ഉണ്ട്, നന്നാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു റിസ്ക് എടുത്ത് നോക്കുകയാണ്. സ്പെയിനിൽ അവർ ധാരാളം സീ ഫുഡൊക്കെ ഇടും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സാഫ്രനൊക്കെ ഇടും. നമ്മൾ അതൊന്നും ചെയ്യാതെ വീട്ടിൽ പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ സ്റ്റൈലിൽ ഏറ്റവും കുറവ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഇതേ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടച്ചു. അപ്പോൾ എന്തായാലും വെന്ത് വരാനുള്ളൊരു സമയം വേണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷെ വെറുതെ വെയിറ്റ് ചെയ്യില്ല, നമുക്ക് നേരെ സലാഡ് ഉണ്ടാക്കാം. സലാഡ് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. പറഞ്ഞു, ഈ കുക്കറിൽ 2 വിസിൽ വരാണ്. ഇതൊന്ന് വന്ന് 1 വിസിൽ അടിച്ചു. രണ്ടാമത്തെ വിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ അമ്മ? സ്വിച്ച് ഓഫ് ചെയ്യാം. 2 വിസിൽ അടിച്ചു. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം കുറച്ച് അതിൻ്റെ ഇത് ഇങ്ങനെ വിടാം. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കളയാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ഒരു വിധം ആയിട്ടുണ്ട്.
ഇത് പെട്ടെന്നാവുന്നതാണ്. ലേശം കുക്കുംബർ, അമ്മ കൊത്തുന്ന സ്റ്റൈൽ കണ്ടില്ലേ, ചെറിയ ചെറിയ പീസായിട്ട് അതുപോലെ ഇങ്ങനെ വളരെ നൈസായിട്ട് കിട്ടും. ഇതിങ്ങനെ ബൗളിലേക്ക് റെഡിയാക്കിയിടും. ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം. അപ്പോൾ അതെ, സലാഡ് റെഡിയാക്കാൻ പോവാണ്. അമ്മയിലേക്ക് കുക്കുംബറിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഉപ്പ് ടേസ്റ്റിന് സീസണിങ് ആയിട്ട്, കൊറിയാണ്ടർ ഇടാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ടാണ് 2 സ്പെഷ്യൽ സാധനം ഇടാൻ പോകുന്നത്. നാരങ്ങ പിഴിയാൻ പോകണമ്മ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം ആരും ഉപയോഗിക്കാത്ത, ഞാൻ പക്ഷെ പലപ്പോഴും സലാഡ്സിൽ ഉപയോഗിക്കുന്ന അതെ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ച് എടുത്തിട്ട് അമ്മ ഇതിലേക്ക് സ്ക്വീസ് ചെയ്യും. എൻ്റെ ജ്യൂസ് സ്ക്വീസ് ചെയ്യാൻ പോവാണ്. ഓറഞ്ച് ജ്യൂസ് അതിലേക്ക് സ്ക്വീസ് ചെയ്തിടാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ, സലാഡ് റെഡി. അമ്മ അതിൻ്റെ ഫുൾ ജ്യൂസ് കിട്ടാൻ വേണ്ടി ഓറഞ്ചിൽ നിന്നുള്ള സത്ത് മൊത്തം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാ ടേസ്റ്റും ചേർന്നിട്ടുള്ള, മധുരവും ഓറഞ്ചിൻ്റെ ചേർന്നിട്ടുള്ള ഒരു രസകരമായ ഫ്ലേവറാണ് കുറച്ച് കോണ്ടിനെൻ്റൽ ടച്ചുള്ള ഈ ഒരു സലാഡിന്. അപ്പോൾ സലാഡ് റെഡി. നേരെ നമുക്ക് റൈസിലേക്ക് പോവാം. അവിടെ വിസിലൊക്കെ തകൃതിയായിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ കുക്കാണ്. യെസ്, കണ്ടില്ലേ, റൈസ് പക്കായിട്ട് കുക്കായിട്ടുണ്ട്. പറഞ്ഞ പോലെ ഫുൾ ഓരോ മണിയിലും എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് അതിൽ കിടന്നിട്ട് തന്നെയാണ് കുക്കായിരിക്കുന്നത് റൈസ്. ഇനി ചെയ്യാത്ത ഒരു ഡിഷാണ്. അമ്മ എപ്പോഴും പറയാനുള്ളതാണ്, ഞാൻ ഓരോ ഐഡിയ പറയുമ്പോൾ അമ്മ പറയണത് ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല, ഏതായാലും ചെയ്ത് നോക്കാന്നാണ് പറയുന്നത്. കുറേ ടൊമാറ്റോ റൈസസ് ഞാൻ ഉണ്ടാക്കും, ഡിഫറെൻറ്റ്. ഇത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അതാണ്, അമ്മ വിധത്തിലും തരത്തിലും ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ ഇത് ഈ ടൈപ്പ് ഇതുവരെ അമ്മ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇതൊരു ബൗളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത്തിരി ഭംഗിയായിട്ട് കൂട്ടപ്പനാക്കിയിട്ട് കാണിച്ചു തരാം ടൊമാറ്റോ റൈസ്. അപ്പോൾ ടൊമാറ്റോ റൈസ് റെഡി. ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രം ലേശം കൊറിയാണ്ടർ മുകളിൽ വിതറുന്നുണ്ട്. അതിൽ കൊറിയാണ്ടറൊക്കെ ഉണ്ട് ആക്ച്വലി, പക്ഷെ ഇതൊരു ഭംഗിക്കും കൂടി ഫ്രഷ് കൊറിയാണ്ടറിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ, കാണാനും ഒരു ഭംഗി. ഇന്നത്തെ രാജേഷ് ഹെബ്ബാർ ക്രിയേഷൻ അമ്മയാണ് കുക്ക് ചെയ്തത്. ഇതിൻ്റെ തിയറി മാത്രമാണ് ഞാൻ, പ്രാക്ടിക്കൽ മൊത്തം അമ്മയാണ് ചെയ്തത്. ഏതായാലും എൻ്റെ തിയറിയിൽ ജനിച്ച ഈ ടൊമാറ്റോ റൈസ് ജസ്റ്റ് ഇൻസ്ട്രക്ഷനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാം രാജേഷിൻ്റെ ഐഡിയ തന്നെയാണ്, എൻ്റെ ഐഡിയ അല്ല, രാജേഷിൻ്റെ ഐഡിയ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത് കഴിഞ്ഞ് വീട്ടിലെല്ലാവരും ടേസ്റ്റ് ചെയ്യായിരിക്കും. ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ലേശം സലാഡ് ഇങ്ങനെ എടുത്ത് ഈ റൈസിൽ കുറച്ചിങ്ങനെ ഇട്ടിട്ട് രണ്ടും കൂടി ചേർത്ത് ഇത് വളരെ വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിലുള്ള ഗുണം എന്താ പറഞ്ഞാൽ, നമ്മൾ ആ പ്യൂരിയിൽ തന്നെ എടുത്ത് ഈ റൈസ് കുക്ക് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും നിങ്ങൾ കഴിക്കുന്ന ഓരോ മണി റൈസിലും ഉണ്ടാവും. ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ബിക്കോസ് ടൊമാറ്റോയുടെ ടേസ്റ്റ്, സ്ലൈറ്റ് ആയിട്ടുള്ള അണിയൻ്റെത്, ഗാർലിക്കിൻ്റെ എന്തായാലും ഫ്ലേവർ ഉണ്ട്, കൊറിയാണ്ടറിൻ്റെ പിന്നെ റിച്ച് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലേശം ആ ഒരു സ്വീറ്റ് ആൻഡ് ഹോട്ട് സോസ് ഇട്ടില്ലേ, അതിൻ്റെ ഒരു ചെറിയ മധുരം, എവിടെയോ ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരം, സ്ട്രോങ് ആയിട്ടുള്ള മധുരമല്ല. അതുകൊണ്ട് അത് ബാലൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടുള്ളതിൽ ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ മസാലകളില്ല, ഒന്നുമില്ല. നിങ്ങൾ കണ്ടതാണല്ലോ, അമ്മയാണ് എന്താണ് പ്രാക്ടിക്കലായിട്ടുള്ള വർക്കൊക്കെ ചെയ്തത്. വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടിൽ നിന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എത്തും അച്ഛനും, എന്താ പറയുക, എൻ്റെ വൈഫൊക്കെ അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് എത്തും. എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഷൂട്ടിങ്ങും ഫുഡിങ്ങും ഒക്കെ കൂടി നടക്കണമെങ്കിൽ നമ്മുടെ ഫുൾ ഹെൽപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ നളപാചകം നടന്നത്. ഇന്നത്തെ നളപാചകം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഡബിൾസ് പാചകമായിരുന്നു. മോൻ ആൻഡ് എന്താ പറയുക അമ്മ ജോയിൻറ്റ് ഒരു മിക്സഡ് ഡബിൾസ് പാചകമായിരുന്നു. ഏതായാലും ഈ ടൊമാറ്റോ റൈസ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ സലാഡിനെ പറ്റി പറയണമല്ലോ, കുക്കുംബറിൻ്റെ ഫ്രഷ് ടേസ്റ്റ്, ഓറഞ്ച് ഇട്ടതുകൊണ്ട് അതിൻ്റെ സ്ലൈറ്റ് ആയിട്ടുള്ള പുളിപ്പും ആ ഒരു സ്വീറ്റ്നെസ്സും, നാരങ്ങയുടെ ഫ്രഷ്നെസ്, കൊറിയാണ്ടർ ഉണ്ട്, ചില്ലി ഫ്ലേക്സും ഉണ്ട്.
എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. ചിയേഴ്സ്. ഒരു വേർഡ് പറയാനുണ്ട്, അബ്സല്യൂട്ട്ലി ഓയിൽ ഫ്രീ. ആ, ഒരു തുള്ളി ഓയിൽ ഇല്ല. അതാണ് എനിക്കൊരു വലിയ കാര്യം. ഇത്ര ടേസ്റ്റി ആയിട്ട് ഓയിലേ ഇല്ലാണ്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഏത് മെയിൻ തിങ് പറയാനുള്ളത്. അതെ, ഒരു തുള്ളി ഓയിലും ഇല്ല, ഹെൽത്തി ആണപ്പോ അല്ലേ അമ്മ? അതെ, വളരെ 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 ഹെൽത്തിയാണ്. റിയലി ഗുഡ്. ഐ എം റിയലി സർപ്രൈസ്ഡ്. നല്ല ടേസ്റ്റാണ്. ചെയ്തിട്ട് നോക്കിക്കൊള്ളൂ. ചില്ലീസും ടൊമാറ്റോ ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ കൂട്ടാം. അതെ, അപ് ടു യു. അതെ, അമ്മ പറഞ്ഞ പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. അതെ, പറയുമ്പോഴേക്കും ബാക്കിൽ ഒരാൾ വർക്ക് കഴിഞ്ഞ് എത്തിയോണ്ട് അനിത ആ റൈറ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇനി അമ്മയും അനിതയും കൂടി ടേസ്റ്റ് ചെയ്യാൻ പോണ്. ചിയേഴ്സ്. ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ. ആ, ചെയ്യുമ്പോഴേക്കന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പക്ഷെ ഇന്ന് പക്ക ടേസ്റ്റ് ചെയ്യണമല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ ഏതായാലും അനിത ടേസ്റ്റ് ചെയ്യട്ടെ. സലാഡ് ഈസ് എക്സലന്റ്. സംതിങ് വെരി ഡിഫറെന്റ്. താങ്ക് യു. അപ്പൊ ഇനി അനിത ടേസ്റ്റ്. എക്സലന്റ്. താങ്ക് യു. ഇറ്റ് സ്മെൽസ് വണ്ടർഫുൾ. ആ, സ്മെല്ല് ഇഷ്ടമായി ഇപ്പൊ ഭാര്യ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഹെൽത്തിന്റെ ഭയങ്കര സൂക്ഷിച്ച് നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒത്തിരി വെയിറ്റ് ഒക്കെ ലൂസ് ചെയ്യണം പറഞ്ഞത്. ഇതിലൊരു തുള്ളി ഓയിൽ ഇല്ല കേട്ടോ. അമ്മ ഇപ്പൊ അത് പറഞ്ഞുള്ളൂ. സലാഡും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഓറഞ്ച്, കുക്കുംബർ, ലൈം, കൊറിയാൻഡർ, ചില്ലി ഫ്ലേക്സ്. ശരിക്കും ഇഷ്ടമായോ? ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇനി ഉഗ്രൻ ഫ്ലേവർ. സാലഡ് ഇസ് സോ നൈസ്. റൈസിൽ അത്ര ഡിഫറെന്റ് ഫ്ലേവേഴ്സ്. യു കാൻ റിയലി സേ എന്തിന്റെ ഫ്ലേവർ ആണെന്ന്. ബട്ട് അടിപൊളി. നൈസ് ആൻഡ് സ്പൈസി ഓൾസോ. സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ താങ്ക് യു. വൈഫിന് ഇഷ്ടമായി. അമ്മ ഓൾറെഡി സർട്ടിഫിക്കറ്റ് തന്നു. അപ്പൊ ഇനി അച്ഛനും കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ അച്ഛനും എത്തി. ക്ലിനിക്കിലേക്കൊക്കെ പോയി. ഏതായാലും അച്ഛൻ എന്താണ് പറയാന്ന് നോക്കാം. സലാഡും എടുത്തു, ടൊമാറ്റോ റൈസും എടുത്തു. Spicy, very good. Good for my taste. അമ്മ എക്സാക്ട്ലി അതാണ് പറഞ്ഞത്. നല്ല എരിവുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നല്ല എരിവുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റിംഗ് സെഷൻ ഇവിടെ തീരുന്നു. അച്ഛൻ ഏതായാലും എൻജോയ് ചെയ്യട്ടെ. ഞാൻ ഷൂട്ടിംഗ് നിർത്തുകയാണ്. അച്ഛൻ കഴിച്ചോ. All the best. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നളപാചകം എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ വിഭാവന മാത്രമാണ് ഞാൻ ചെയ്തത്. നേരത്തെ കണ്ടതുപോലെ ചെയ്തത് മുഴുവൻ എന്താ പറയുക, അതിൻ്റെ തിയററ്റിക്കൽ സൈഡ് മാത്രം ഞാൻ ചെയ്തു, പ്രാക്ടിക്കൽ സൈഡ് മുഴുവൻ അമ്മയാണ് ചെയ്തത്. പക്ഷേ അമ്മ പറഞ്ഞതുപോലെ അത് മൊത്തമായിട്ട് ഞാൻ ആലോചിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ ഏതായാലും നന്നായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇന്ന് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാമറയും കഴിക്കലും കട്ടിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ കിച്ചണിൽ തന്നെ ഉണ്ടാവും. അമ്മ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക ഡബിൾസ് മാച്ച് പോലെ കളിച്ചിട്ട് ഇന്നത്തെ നളപാചകം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ കീപ് വാച്ചിങ് രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലൈക്ക്, വാച്ച്, സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഷെയർ. Till we meet again, love you all. Bye bye.